ഖുഷ്ബുവിന്റെ നമ്പർ എത്രയാ? സോറി, റൂം നമ്പർ എത്രയാ? സോറി സർ, അങ്ങോട്ടാരെയും കടത്തി വിടരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടറും പ്രൊഡ്യൂസറായിട്ട് അവർ ഡിസ്കഷനിലാണ്. PR എബ്രഹാം ജോൺ വന്നിരിക്കുന്നു പറയൂ. ആ സെക്കൻഡിൽ ഖുഷ്ബുവിനെ കാണണമെന്ന് പറയും. നിങ്ങൾ ഫോൺ കണക്ട് ചെയ്യൂ മിസ്റ്റർ. ഒരു നിമിഷം. മാഡം, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ഓക്കെ മാഡം. ഹലോ മാഡം, മനസ്സിലായോ? ഒന്ന് ഓർത്തു നോക്കൂ. ശബ്ദം കേട്ടിട്ട് മനസ്സിലാകുന്നില്ലേ? പറയൂ. പറയാതെ ഞാൻ വിടില്ല. എങ്കിൽ ഞാൻ പറയാം. ഞാൻ PR എബ്രഹാം ജോൺ. മേലോട്ട് പോകുന്നില്ലേ സർ? ശവത്തെ കുത്താതറിയാ. ഇഡിയറ്റ്. ആരാ മാഡം? ഒന്നും പറയണ്ട. ഒരു PR എബ്രഹാം ജോൺ. ഒരു തലവേദന കേസാണ്. ഞാനാണ് ഇയാളെ കണ്ടിട്ടില്ല. അപ്പോഴേ ഷൂട്ടിംഗ് തുടങ്ങാൻ ഇനി ഒരാഴ്ച ബാക്കിയുള്ളൂ. ഹീറോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സർ, ഷൂട്ടിംഗ് തുടങ്ങാൻ ഇനിയും ലേറ്റ് ആയാൽ എന്റെ ഡേറ്റിന്റെ കാര്യം പ്രശ്നമാവും. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഡയറക്ടർ സാർ തന്നെ പറയണം. അതിന് ഞാനെന്ത് ചെയ്യാനാ? കഥാപാത്രത്തിന് യോജിച്ച ഒരാളെ കിട്ടാതെ തുടങ്ങാൻ പറ്റുമോ? നിങ്ങൾ എല്ലാ സെറ്റപ്പും ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പടം എടുക്കാൻ ഇറങ്ങിയത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, കാശിറക്കുന്ന എനിക്ക് എന്റെ ടെൻഷൻ അറിയാവൂ. എനിക്ക് ഇപ്പൊ ഒരു തീരുമാനം അറിയണം. സർ, ഞാനൊരു സജഷൻ പറയട്ടെ. പുതിയൊരാളെന്ന് പറയുമ്പോ എങ്ങനെയുള്ള ആളെയാണ് സാർ ഉദ്ദേശിക്കുന്നത്? അതായത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളായിരിക്കണം. പിന്നെ പെർഫോമൻസ് സൈഡ് അതൊക്കെ നമുക്ക് ശരിയാക്കാം. പക്ഷെ ആള് വേണമല്ലോ. അങ്ങനെ ഒരാളെ ഞാൻ സാറിന് പരിചയപ്പെടുത്തി തരാം. അതാര്? ആളെ സാറ് നേരിട്ട് തന്നെ കാണും.